ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് ഒരു ലെബനീസ് സാലഡാണ്, ഫത്തോഷ്. എല്ലാവർക്കും അറിയാൻ പറ്റും, പ്രത്യേകിച്ച് അബ്രോഡിൽ ജീവിക്കുന്ന ദുബായ് ഗൾഫ് കൺട്രീസിലൊക്കെ ജീവിക്കുന്നവർക്ക് അറിയാൻ പറ്റും. എല്ലാ റെസ്റ്റോറൻറ്റ്സിലും കിട്ടുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ്, ഹെൽത്തിയുമാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ലെറ്റ്യൂസാണ്, പിന്നെ കുറച്ച് പാസ്ലി, സ്പ്രിംഗ് അണിയൻ, ടൊമാറ്റോ, ക്യാപ്സിക്കം, കുക്കുംബർ, റാഡിഷ്. അപ്പം പിന്നെ വേണ്ടുന്നത് മൊളാസസ് ആണ്. ഞാനിവിടെ പൊമഗ്രാനേറ്റിൻ്റെ മൊളാസസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ലെമൺ ജ്യൂസ്, ഒലിവ് ഓയിൽ, പെപ്പർ പൗഡർ, സോൾട്ട് ആൻഡ് പെപ്പർ. പിന്നെ സുമാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൗഡറുണ്ട്, ഇതിനകത്ത് ചേർക്കുന്നതാണ്. അത് നമുക്ക് ഇവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് ഉണ്ടെങ്കിൽ കയ്യിലുള്ളവർ ചേർക്കുക, ഇല്ലാത്തവർ ചേർക്കേണ്ട. ഞാൻ അതിന് പകരം കുറച്ച് പാപ്രിക്ക ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ നമ്മൾ ഏറ്റവും ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പീറ്റ ബ്രെഡ് ശരിക്കും ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തിരുന്നു, ഒരു ക്രിസ്പിനെസ്സിന്, ഒരു ക്രഞ്ചി ഫീലിന് വേണ്ടിയിട്ടാണ്. അത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഞാനിതെല്ലാം വാഷ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ലെറ്റ്യൂസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ടൊമാറ്റോ കട്ട് ചെയ്യാം. ക്യാപ്സിക്കം കട്ട് ചെയ്തിടാം. ഇത് റാഡിഷ്, ഇതിൻ്റെ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമായിട്ട് ഇരിക്കുന്നതാണ്. നല്ല ഫ്രഷ് കിട്ടുമെങ്കിൽ ഫ്രഷ് ആഡ് ചെയ്യുക കേട്ടോ. ഞാൻ ഹാഫ് ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം എൻ്റെ മോൾക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ്. നിങ്ങൾക്കതൊരു ഫുൾ ആഡ് ചെയ്യേ. ഇനി കുക്കുംബർ ജസ്റ്റ് ഇതിങ്ങനെ കട്ട് ചെയ്യാം.
കുക്കുംബർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുക്കുംബർ കൂടുതൽ ഇടുകയാണ്. ശരിക്കും ഒരു ഹാഫ് ഇട്ടാലും മതി കേട്ടോ അതിൻ്റെ, കാരണം വളരെ ചെറിയൊരു പോർഷനാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനും വേണം, ഈ വൈറ്റും വേണം. ഓക്കെ, ഇനി പാസ്ലിയാണ്. പാസ്ലിയാണ് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിടുക, കട്ട് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പീറ്റ ബ്രെഡാണ്. പീറ്റ ബ്രെഡ് ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇടണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സിങ്സ് വേണമെങ്കിൽ ഒഴിച്ച് വയ്ക്കാം. ഞാൻ ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് വന്നിട്ട് അത് ചെയ്യാം. ഒരു മീഡിയം സൈസ് പീറ്റ ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിടാം കേട്ടോ. ഇങ്ങനെ ഷേപ്പൊന്നും വേണമെന്നൊന്നും ഇല്ല. പിന്നെ ഞാനൊരു രസത്തിന് വേണ്ടിയിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഷേപ്പിലാക്കുന്നതേ ഉള്ളൂ കേട്ടോ. മതി. ഇതിങ്ങനെ ഒന്ന് ഇളക്കിയിടാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. ഞാൻ ജസ്റ്റ് വെജിറ്റബിൾ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് വന്നിട്ട് ക്രിസ്പി ആയിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്തിട്ട് വന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ പീറ്റ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് ഒരു 3 മിനിറ്റ് മതി ഫ്രൈ ആയിട്ട് വരാനായിട്ട്. അപ്പോൾ അതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സാലഡ് ഡ്രസ്സിങ് ഒന്ന് റെഡിയാക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പെപ്പർ പൗഡർ, ഡ്രൈഡ് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. സുമാക്കിന് പകരം ഈ ഡ്രൈ മിൻറ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവേ. കുറച്ച് പെപ്പർ പൗഡർ, സാലഡിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പെപ്പർ പൗഡർ. സോൾട്ട്, ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നോക്കിയിട്ടിടാം.
പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പോംഗ്രാനൈറ്റ് മൊളാസസ് ആണ്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് തരാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ മതി, ഇഷ്ടംപോലെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം പോംഗ്രാനൈറ്റിൻ്റെ മൊളാസസ് ആണ് ഈ സാലഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് പാപ്രിക്ക ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ലേശം സുമാക്ക് ഇല്ലാത്തതുകൊണ്ട്, സുമാക്കിന് പകരമല്ല എങ്കിൽ പോലും ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇതെല്ലാം സുമാക്കിനും പകരം ആവില്ല എങ്കിൽ പോലും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാലഡ് ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പിറ്റ ബ്രെഡ് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലബനീസ് സാലഡായ ഫറ്റോഷ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.